കാരണം ഞാൻ ഈ വീഡിയോ ഈ അർജന്റായി എടുക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ഈ മേലെ ഞാൻ കൊടുത്ത വീഡിയോ എന്താണെന്ന് കേട്ടോ. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഡെയിലി വെള്ളിയാഴ്ച വന്ന് എൻ്റെ കടയിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് അത് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എന്താ വെച്ചാല് ഇപ്പൊ അതിൽ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ വീഡിയോ ലാസ്റ്റ് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഒരു മെഡിസിൻ ഇല്ലാതെ നിങ്ങൾക്ക് ഉറങ്ങി എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ അതിന് മേലെ വേറൊരു ഷുഗർ നിങ്ങൾക്ക് കിട്ടാനില്ല. അത് എന്താ വെച്ചാല് പൈസ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മളെ ഹെൽത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഹെൽത്തിന് വേണ്ടി നമ്മൾ ടൈം കണ്ടെത്തണം. നമ്മൾ എക്സസൈസ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, നല്ല ഫുഡ് കഴിക്കണം, പ്രോട്ടീൻ ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്ത്യ പ്രായമുള്ള ജെൻസി യൂത്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൂടുതൽ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. ഹെൽത്തിന് നമ്മൾ തീരെ ശ്രദ്ധ കൊടുക്കില്ല. നമ്മൾ ഉറക്കം പല സമയത്താണ് ഉറങ്ങല്. രാത്രി നല്ല വൈകി ഉറങ്ങുന്നവരുണ്ടാവും. അപ്പോൾ ഓരോടൊക്കെ എനിക്ക് പറയാന്ന് വെച്ചാൽ ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പം തന്നെ നമ്മൾ ഹെൽത്തിന് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തിയാലുള്ളൂ നമുക്ക് പ്രോപ്പറായിട്ടൊരു കുറച്ചൊരു ഒരു 10-30 വർഷം അങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഹെൽത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ എന്തെങ്കിലും നമ്മൾ ഹെൽത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും കണ്ടോ. എൻ്റെ കടയിൽ എല്ലാ വെള്ളിയാഴ്ച ഒരു കസ്റ്റമർ വരാം. ഒരുപാട് ഓർഡർ തരും. വെള്ളിയാഴ്ചകളിൽ മാത്രം വരുന്നൊരു കസ്റ്റമർ. അങ്ങനെ ഇദ്ദേഹം ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കാറിലിരുന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോകാം. അങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇദ്ദേഹം ഞാൻ കൊടുത്ത സാൻഡ്വിച്ചിന്റെ ഒരു പകുതി ഭാഗം അതേ കവറിൽ ഒമിച്ച് ചെയ്തിട്ട് ഛർദ്ദിച്ചിട്ട് ഇദ്ദേഹം കവറിൽ കെട്ടിയിട്ട് എൻ്റെ അവിടുത്തെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിരുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നിട്ട് എൻ്റെ മുമ്പ് പാടൊന്ന് മുകളിലോട്ട് പൊക്കി നോക്കുമ്പോൾ ഒരു 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 ശരീരത്തിന്റെ ഒരു സ്കെൽറ്റ് മാത്രം എല്ലാ നഴ്സും ഇങ്ങനെ നമുക്കിങ്ങനെ എടുത്ത് കാണിക്കും. എന്നോട് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഹോസ്പിറ്റലായിരുന്നു, പിറകില്ലാത്ത ചെയ്തു ഇതൊക്കെയോ സഹിക്കാൻ പറ്റാത്ത എന്തൊക്കെ പറഞ്ഞിട്ട് അവസാനമായിട്ട് നിങ്ങളൊരു കാര്യം കൂടി ചോദിക്കാം. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗുളികന്റെ സഹായം ഇല്ലാണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറങ്ങി എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ശുക്ർ എന്താ ഈ ദുനിയാവിലുള്ളത്? അതിനേക്കാളും റഹ്മത്താ പഠിച്ചോ നമുക്കിനി തരണ്ടേ? അൽഹംദുലില്ലാഹ് നമ്മൾ പറയണ്ടേ?